ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് എത്തിയിട്ടുള്ളത് ഹോണ്ട ജാസാണ്. 2010 മോഡൽ ഹോണ്ട ജാസാണ്. ഏകദേശം 4 ലക്ഷത്തോളം രൂപേൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് മോഡിഫിക്കേഷൻ നടത്തിയ ഒരു വണ്ടിയാണിത്. ഈ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം, ടോട്ടലി വണ്ടി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഈ വണ്ടിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ ഈ ഒരു കളറിനാണ്. നല്ല അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പെയിൻറ്റ് ജോബാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് 2010 മോഡൽ ഹോണ്ട ജാസ് 1.2 പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് നോക്കി തുടങ്ങാം. അതായത് വണ്ടിയുടെ ഫ്രണ്ട് നോക്കുമ്പോൾ ഇതാണ് ഫ്രണ്ട് എന്നുള്ളൊരു ലുക്ക് എന്ന് പറയാനായിട്ട്. മെയിനായിട്ട് ആ ഒരു ഹുഡ് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ് ആ ഒരു ഹുഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തായിട്ടൊരു ഇൻ്റർകൂളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വരെ ടീമിൻ്റെ നെയിമായിട്ടുള്ള സ്കോഡ് 369 എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വണ്ടിൻ്റെ ബമ്പേഴ്സ് നമ്മൾ കസ്റ്റമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബമ്പേഴ്സാണ്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് സ്റ്റോക്കിൽ തന്നെ വെച്ചിട്ടുള്ള അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടില്ല. ഈ വണ്ടി വർക്കിലാണ്, കുറച്ചും കൂടി വർക്ക് ചെയ്യാനുണ്ട്. പിന്നെ നേരെ വേണ്ടി സൈഡ് പ്രൊഫൈൽ കയറുമ്പോൾ സൈഡ് നോക്കുമ്പോൾ മെയിനായിട്ടൊരു അട്രാക്ഷൻ ആ ഒരു വീൽസ് തന്നെയാണ്. ആ ഒരു 17 ഇഞ്ച് 7.5J ഒരു JDM വീൽസാണ് ഈ വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, ആ ഒരു വീലനുസരിച്ച് വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഈ വണ്ടി ഒരു അട്രാക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കളറിനാണ്. നേരെ സൈഡ് സ്കേർട്ട് വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഫ്രണ്ട് ബമ്പേഴ്സും ബാക്ക് ബമ്പേഴ്സും നമ്മൾ കസ്റ്റമായിട്ട് ചെയ്തെടുത്ത ബമ്പേഴ്സാണ്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് ഒക്കെ പിയാനോ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ സൈഡ് മിററും പിയാനോ ബ്ലാക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ വണ്ടി ഫുള്ളി ടിൻഡഡ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഗ്രീൻ ആ ഒരു ഫുൾ ഡാർക്ക് കൂളിംഗ് കൂടി വന്നപ്പോൾ വേറെ തന്നെ ലുക്ക് ആയിക്കണ്. പിന്നെ നേരെ ഈ വണ്ടിൻ്റെ റിയർ പ്രൊഫൈലേക്ക് വരുമ്പോൾ നമ്മൾ റിയർ നോക്കുമ്പോൾ ഇതാണ് വണ്ടിൻ്റെ റിയർ എന്നുള്ള ഒരു ലുക്ക്. ബാക്കത്തെ ആ ഒരു ടെയിൽ ഗേറ്റും ഈ വണ്ടിയിൽ പിയാനോ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ടത്തെ ഹുഡും ബാക്കത്തെ ഒരു ടെയിൽ ഗേറ്റും ആ ഒരു ബ്ലാക്ക് ഫിനിഷിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് എന്ന കോമ്പിനേഷനൊക്കെ നല്ല ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ടീമിൻ്റെ ആ ഒരു QR കോഡ് ബാക്കിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ ആദ്യത്തായിട്ട് ആ ഒരു ബമ്പർ ലൈറ്റിൽ റിഫ്ലക്റ്റർ ലാംപ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളായിട്ട് വരുന്ന ആ ഒരു റിഫ്ലക്റ്റർ ലൈറ്റ്, ആ ഒരു ബമ്പർ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഫ്രണ്ടും ബാക്കും കസ്റ്റം ബമ്പേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബാക്ക് ബമ്പറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നേരെ അതിൻ്റെ താഴത്തായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു കസ്റ്റം എക്സോസ്റ്റാണ് വേണ്ടി ചെയ്തിട്ടുള്ളത്. ബായ് ഹെഡേഴ്സോട് കൂടിയിട്ടുള്ള കസ്റ്റം എക്സോസിസ്റ്റാണ് വേണ്ടി ചെയ്തിട്ടുള്ളത്. സ്ട്രൈറ്റ് പൈപ്പാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കസ്റ്റം മഫ്ലർ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇന്ത്യയിൽ പോകുന്ന സമയത്ത് ഞാൻ എക്സോസിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. പിന്നെ മെയിനായിട്ട് ഈ വണ്ടിയിൽ എക്സ്പെൻസീവായിട്ട് ഈ വണ്ടിൻ്റെ വർക്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം വണ്ടിൻ്റെ ബൂട്ട് സ്പേസിലാണ് ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ JBLൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു സൗണ്ട് സിസ്റ്റമാണ് ഈ വണ്ടിയിലുള്ളത്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഞാനത് പ്ലേ ചെയ്ത് കാണിക്കില്ല. കാരണം യൂട്യൂബിൽ ഇപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് നല്ല വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തായി JBLൻ്റെ 1500 വാട്ട്സിൻ്റെ ഒരു വലിയൊരു സബ് ഓഫർ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലോഡിൻ്റെ റാമ്പ് ഇരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഈ വണ്ടിൻ്റെ ഓണർ തന്നെ കസ്റ്റമായിട്ട് അവർ വീട്ടിൽ നിന്ന് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സെറ്റപ്പാണ് ഈ വണ്ടിൻ്റെ ബൂട്ട് സ്പേസിലായിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് വണ്ടിൻ്റെ ബൂട്ട് സ്പേസിൽ ചെയ്തിട്ടുള്ളൊരു മാറ്റം. പിന്നെ വണ്ടിൻ്റെ ഇൻറ്റീരിയറിൽ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അത് ഡീറ്റെയിലായിട്ട് ഇൻറ്റീരിയർക്ക് പോകുന്ന സമയത്ത് നമുക്ക് നോക്കാം. അപ്പം അത്രയ്ക്കാണ് ഈ വണ്ടിൻ്റെ ബൂട്ടിൽ പറയാനായിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ സൈഡിൽ നേരത്തെ കണ്ട പോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്, സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. കാര്യമുള്ള ഗ്രാഫിക് ഡിസൈൻസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഫുൾ ഒരു ക്ലീൻ സ്പെക്കായിട്ടാണ് ഈ വണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് വണ്ടിൻ്റെ എക്സ്റ്റീരിയറിൽ മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വണ്ടി ഇൻറ്റീരിയറിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് നോക്കാം. വണ്ടിൻ്റെ ഡ്രൈവർ ക്യാബിനിക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ലാഗ് അടുപ്പിക്കുന്നില്ല. നേരെ ഡോർ പാഡ്സ് നോക്കുമ്പോൾ ആ ഒരു ഫുൾ ഡാർക്കിൽ ആ ഒരു റെഡിൻ്റെ കോംബോ ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഒരു പിയാനോ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ട്യൂട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഈ വണ്ടിൻ്റെ മ്യൂസിക് സിസ്റ്റം മൊത്തത്തിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.5 ലക്ഷം രൂപയോളം ഈ വണ്ടിൻ്റെ മ്യൂസിക് സിസ്റ്റം മാത്രം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കസ്റ്റം സീറ്റ്സാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നേരെ നമ്മൾ ഈ വണ്ടിൻ്റെ ഡ്രൈവർ ക്യാബിൻ കയറുമ്പോൾ ഇതാണ് ഈ വണ്ടിൻ്റെ ഒരു കോക്പിറ്റ് എന്ന് പറയാനായിട്ട് തന്നെ ഒരു സ്പോർട്ടി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. ഈ 2010 തന്നെ ഈ ഒരു ഹോണ്ട ജാസിന് വന്നിട്ടുള്ളത്. എയർ ബാഗ്സും കാര്യങ്ങളും സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസും കാര്യങ്ങളൊക്കെ അന്ന് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്.
ഈ ഭാഗത്തായിട്ട് 10 ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പാർക്കോ ഗിയർ നോംസാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് എക്സോസ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. AC ഒന്ന് നോക്കാം. അപ്പോൾ ഇത്ര കാര്യമുള്ള ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയറിൽ മെയിനായിട്ട് എടുത്ത് പറയാനായിട്ടുള്ള കാര്യം, പിന്നെ ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ നന്നായിട്ട് ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫും കാര്യങ്ങളൊക്കെ റെഡാക്കിയിട്ടുണ്ട്. ബാക്ക് സീറ്റ് ആയാലും കസ്റ്റം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡോർ പാഡ്സിലായിട്ടും ലെതറിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സോസ് നോട്ട് ഞാൻ എന്തായാലും കേൾപ്പിച്ചുതരാം. പിന്നെ അത് നമുക്ക് ജസ്റ്റ് ഈ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്തിട്ട് ഈ വണ്ടിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോണ്ട ജാസ് നമ്മൾ ഓടിച്ച് നോക്കാൻ പോവാണ്. ഇത്രയും വർക്ക് ചെയ്ത എക്സോസ്റ്റ് നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ വണ്ടിൻ്റെ വേറെ ലെവലാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് ഫീൽ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഈ വണ്ടിൻ്റെ സീറ്റ് ബെൽറ്റ് വെച്ചിട്ടില്ല, വണ്ടി വർക്കിലാണ്, കുറച്ചുകൂടി വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. തന്നെ ഇതിൽ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. സ്ട്രൈറ്റ് പൈപ്പാണ് ചെയ്തിട്ടുള്ളത്. വാൾട്രോണിങ് കാര്യങ്ങളൊന്നുമല്ല, ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. വണ്ടി ലോവർ ചെയ്ത് കാരണം ചെറുതായിട്ട് ആ വീലൊന്ന് അവിടെ ഫെൻഡറിൽ തട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ ഈ വണ്ടി മേലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ വണ്ടിൻ്റെ വർക്കിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു എക്സോസ് നോട്ടിനാണ് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ജസ്റ്റ് എടുത്ത് വരാനായിട്ടുള്ളത്. എക്സോസ് നോട്ടിനാണ് വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹോണ്ടൻ്റെ വണ്ടിയിൽ പ്രത്യേകിച്ച് ഹോണ്ടൻ്റെ ഈ വീടെക് എഞ്ചിൻസിൽ എക്സോസ്റ്റ് ചെയ്താൽ വേറെ ലെവലാണ്. പിന്നെ അതുമല്ല ബായ് ഹെഡറാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കസ്റ്റം എക്സോസ്റ്റ് ആണ് ഫുള്ളി വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ബായ് ഹെഡറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വേറെ തന്നെയാണ് എന്നറിയാം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ വണ്ടിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് പറയാനായിട്ടുള്ളത്. മെയിനായിട്ട് ഈ വണ്ടിൻ്റെ ആ ഒരു എക്സോസ് നോട്ട് അത് തന്നെയാണ് ഈ വണ്ടിൻ്റെ ഡ്രൈവിംഗ് ഫീൽഡ് എടുത്ത് വരാനായിട്ടുള്ളത്. പിന്നെ ഈ ഒരു കളറും ആ റോഡ് പ്രസൻസ് ഒക്കെ വേറെ തന്നെയാണ്. മെയിനായിട്ട് വണ്ടിൻ്റെ കളറും എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ല പ്രസൻസാണ് ഈ വണ്ടി റോഡ് കൂടി പോകുമ്പോൾ തന്നെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിൻ്റെ ഇന്ത്യയിലത്തെ കാര്യങ്ങളും ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ പറ്റും പറയാനായിട്ടുള്ളത്. അത്ര കാര്യങ്ങളാണ് ഈ ഒരു ഹോണ്ട ജാസിൻ്റെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ഇനിയും വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.